ഹലോ. കേൾക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ ചെയ്തതിന്റെ ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ആണ് നമ്മൾ ചെയ്തത്. അല്ല, ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. അടുത്തത് ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ഓഫ് ഇന്റഗ്രേഷൻ 0 to 1. അടുത്തത് y സ്ക്വയർ 1 0 to 1 മൈനസ് എക്സ് എക്സ് ഡി സെഡ് ഡി എക്സ് ഡി വൈ. അപ്പൊ ഇതിന്റെ ഈ ഓർഡറിൽ നമുക്ക് തന്നിരിക്കുന്ന ഇവിടെ തന്നിരിക്കുന്ന ഈ ഓർഡറിൽ, അതായത് ഡി സെഡ് ആദ്യം ചെയ്യുക, അതിനുശേഷം ഡി എക്സ് ചെയ്യുക, പിന്നെ ഡി വൈ ചെയ്യുക. ആ ഓർഡറിൽ അപ്പൊ ആദ്യം എടുക്കുന്ന ഇന്റഗ്രേഷൻ എന്തിന്റെ ആയിരിക്കും? എക്സിന്റെ ആയിരിക്കും, സെഡിന്റെ ആയിരിക്കും. പിന്നെ എടുക്കുന്നത് എക്സിന്റെ ആയിരിക്കും, പിന്നെ എടുക്കുന്നത് വൈയുടെ ആയിരിക്കും. അങ്ങനെ ഇത് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇന്റഗ്രേഷൻ 0 to 1. അടുത്ത ഇന്റഗ്രേഷൻ y സ്ക്വയർ 1. ഇന്റഗ്രേഷൻ 0 to 1 മൈനസ് എക്സ്. ഇവിടെ എക്സ് ഡി സെഡ് ഡി എക്സ് ഡി വൈ. അപ്പൊ ആദ്യം ഇന്നറിലുള്ളത് ചെയ്യാം. ഇന്നറിലുള്ള ഈ ഭാഗം ഇതിനെ ആദ്യം ഇന്റഗ്രേഷൻ ചെയ്യാം. ഇവിടെ തുടങ്ങിയിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ഈ ടേമിനെ ഇന്റഗ്രേഷൻ ചെയ്യാം. ഇവിടെ എക്സ് ആണ് കിടക്കുന്നത്. ഡി സെഡിന്റെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യാൻ മറക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രേഷൻ ചെയ്ത് വരും. ഇതിന് ഈ ടേം മാത്രം എടുത്ത് എഴുതാം. ബാക്കി ഇതൊക്കെ ഇവിടെ കിടന്നോട്ടെ. ഇവിടെ ഇത് ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് എക്സ് ഇൻറ്റു സെഡ് വരും. ഇവിടെ വാല്യൂ കൊടുക്കേണ്ടത് 0 to 1 മൈനസ് എക്സ് കൊടുക്കണം. സെഡിന് 1 മൈനസ് എക്സും 0 ആണ് വാല്യൂ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എക്സ് ഇൻറ്റു സെഡിന് 1 മൈനസ് എക്സ് കൊടുക്കുക, മൈനസ് 0 കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോകും. എക്സ് ഇൻറ്റു 0 0 ആയിട്ട് പോകും. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഈ ടേം ആണ് ഇനി ഇവിടെ വരാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി അടുത്ത ഇന്റഗ്രേഷൻ ചെയ്യുന്നത് നെക്സ്റ്റ് ഇന്റഗ്രേഷൻ, അതായത് അടുത്ത് പറഞ്ഞേക്കുന്നത് y സ്ക്വയർ 1. നമുക്കുള്ളത് ഇവിടെ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇന്റഗ്രേഷൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഡി എക്സ് ആണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഡി എക്സിന്റെ ടേമിൽ ഇന്റഗ്രേഷൻ ചെയ്യാം. ഇവിടെ എക്സ് ആണ്. എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ബൈ 2 കിട്ടും, മൈനസ് ഇവിടെ എക്സ് ക്യൂബ് ബൈ 3 കിട്ടും. കൊടുക്കേണ്ട ലിമിറ്റ് എന്ന് പറയുന്നത് y സ്ക്വയർ 1. അതായത് ആദ്യം 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ കൂടെ 1 കൊടുക്കുമ്പോൾ 1 ബൈ 2 വരും, മൈനസ് 1 ബൈ 3 വരും. ഇത് മൈനസ് ഇനി y സ്ക്വയർ കൊടുക്കാം. y സ്ക്വയർ എക്സിന് സ്ഥാനത്ത് y സ്ക്വയർ കൊടുക്കുമ്പോൾ y റേസ് ടു 4 വരും. y റേസ് ടു 4 ഡിവൈഡ് ബൈ 2 വരും, മൈനസ് ഈ 2 ഇവിടെ ഈ എക്സിന് y സ്ക്വയർ കൊടുക്കുമ്പോൾ നമുക്ക് ഈ 2 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y റേസ് ടു 6 വരും, താഴെ 3 വരും. ഇതായിരിക്കും നമുക്ക് അടുത്ത ടേം കിട്ടാം. ഇത് ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഇവിടെ ഈ കിടക്കുന്ന 1/2 1/3 കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പം കൂടെ 1/2 മൈനസ് 1/3. ഇതിനെ LCM എടുത്തുകൊണ്ട് 2 3 മൾട്ടിപ്ലൈ നമുക്ക് 6 കിട്ടും. 6 ഹോളായിട്ട് എഴുതാം. ഈ 3നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2നെ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 3 മൈനസ് 2 എന്ന് കിട്ടും. 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് 1/6 എന്ന് കിട്ടും. അതായത് ഈ ടേം മാത്രം 1/6 ആയിട്ട് മാറും. അതുവരെ ക്ലിയർ ആണോ? ക്ലിയർ. ക്ലിയർ ആണ്.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് 1/6 ഇന്റഗ്രേഷൻ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇന്റഗ്രേഷൻ 0 to 1/6 മൈനസ് ഉള്ളിത്തെ ടേം മൈനസ് y raised to 4/2 പ്ലസ് y raised to 6/3. ഇനി ഇതിനെ ലാസ്റ്റ് ടേം dy യുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. ഈ മൂന്ന് ടേമിന് ചെയ്യുമ്പോൾ 1/6 ചെയ്യുമ്പോൾ 1/6y വരും. അതായത് 1/6 ഒരു വൈയും വരും. മൈനസ് ഇവിടെ ചെയ്യുമ്പോൾ y raised to 4 ആണ് ഉള്ളത്. അപ്പോൾ y raised to 5 വരും. y raised to 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ഓൾറെഡി ഇവിടെ ഉള്ള 2 പ്ലസ് ഇവിടെ ചെയ്യുമ്പോൾ y raised to 7 വരും. ഡിവൈഡ് ബൈ 7 ഇൻറ്റു 3 എന്ന് കിട്ടും. ഇനി റേഞ്ച് കൊടുക്കാൻ പറയണം 0 to 1 ആണ്. 0 to 1 ആണ് കൊടുക്കാൻ പറയണം. അപ്പോൾ 1 കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഈ ടൈമിൽ 1/6 വരും. മൈനസ് ഇവിടെ 1 കൊടുക്കുമ്പോൾ 1 താഴെ 10 വരും. പ്ലസ് 1/21 വരും. ഇനി ഇതിന് LCM എടുക്കാം. ഒന്നില്ലെങ്കിൽ ഈ രണ്ട് ടേം ഒരുമിച്ച് എടുത്തതിന് ശേഷം ഇത് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം കൂടെ 10 - 6 ഡിവൈഡ് ബൈ 16 വരും. പ്ലസ് 1/21 വരും. 10 - 6 എന്ന് പറയുമ്പോൾ 4/16 പ്ലസ് 1/21. ഇതിന് LCM എടുക്കുന്ന സമയത്ത് മൊത്തം എടുക്കണമെങ്കിൽ മൊത്തം രണ്ട് ടേം താഴത്തെ ടേം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. താഴത്തെ ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കാം. താഴത്തെ ടേം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കണ്ടോ ഇവിടെ 16 21 രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1260 വരും. അപ്പൊ ഈ 21 കൊണ്ട് 4 മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 60 കൊണ്ട് 1 മൾട്ടിപ്ലൈ ചെയ്യുക. 60 കൊണ്ട് 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 വരും. 21 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 84 വരും. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 144 ഡിവൈഡ് ബൈ 126 ഇങ്ങനെ ടേം കിട്ടും. അതിനൊന്നും കൂടി ചെറുതാക്കി 4/35 ആൻസർ കിട്ടും. ക്ലിയർ ആണോ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. കാണുമ്പോൾ ഇന്റഗ്രേഷൻ ആണ്. 3 ഇന്റഗ്രേഷൻ ചെയ്യുന്നുള്ള ആ ഓർഡർ അനുസരിച്ച് ചെയ്താൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇനി വരുന്നത് റിഡക്ഷൻ ഫോർമുലയാണ്. റിഡക്ഷൻ ഫോർമുല 3 ഫോർമുലയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സൈൻ mx കോസ് nx dx എന്നുള്ള ഫോർമുലയും കോസ് എക്സ് സൈൻ എക്സ് അങ്ങനെ 3 ഫോർമുലയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് സിമ്പിൾ ഫോർമുല നോക്കാം. അതായത് 0 to π/2 സൈൻ nx dx. ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് -1/n സൈൻ raised to n-1 of x cos x plus n-1/n integration of sin n-2x dx. ഇതാണ് നമുക്ക് ആൻസർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ 0 to π/2 sin nx dx ചെയ്യുമ്പോൾ കിട്ടുന്ന റിഡക്ഷൻ ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് -1/n sin n-1x cos x plus n-1n integration of sin n-2x dx. അതിൽ ഈ 1/n എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് 1/n എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് സൈൻ nx dx ആണെന്ന് പറയുന്നത്. ഈ ഇന്റഗ്രേഷൻ ഓഫ് സൈൻ n-1x എന്ന് പറഞ്ഞാൽ ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. എന്നതിന് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും എന്ന് പറയണം. 1/n ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ ഓഫ് സൈൻ nx dx ആണെന്നും ഇന്റഗ്രേഷൻ ഓഫ് സൈൻ n-1x എന്നുള്ളത് സൈൻ എക്സ് ഡി എക്സ് എന്നായിട്ട് എഴുതാം. അപ്പൊ ഇത് ഫസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ടേം അതായത് 1/n സൈൻ nx എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ടേം ഒരു -1 വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക സൈൻ nx ഇൻറ്റു സൈൻ എക്സ് എന്നാക്കാം. ഇത് ഫസ്റ്റും ഇത് സെക്കൻഡ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് n raised to n-1 ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എക്സ് ഡി എക്സ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ള ഇന്റഗ്രേഷനിൽ ചെയ്യുന്ന മെത്തേഡാണ്. ആദ്യം ഇന്റഗ്രേഷൻ ചെയ്യുക. ആദ്യം അങ്ങനെ തന്നെ ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ നിർത്തുക. പിന്നെ ഇന്റഗ്രേഷൻ ചെയ്യുക. അങ്ങനെ ചെയ്തു പോകുന്ന മെത്തേഡാണ് നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഇവിടെ അപ്ലൈ ചെയ്യണം. ഇതിലേക്ക് എത്തിക്കണം. പക്ഷെ ശരിക്കും നമുക്ക് ഡെറിവേഷൻ ഇത്രയേ ഉള്ളൂ. ഡെറിവേഷൻ ഉണ്ടോന്ന് അറിയില്ല. പ്രോബ്ലംസ് ആണെന്ന് കൂടുതലും കണ്ടിട്ടുള്ളത്. ഡെറിവേഷൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഈ ഡെറിവേഷൻ വരാം. പക്ഷെ ഇതിൽ വരുന്ന പ്രോബ്ലംസ് രണ്ട് ടേം കൂടി വരുന്നത് സൈൻ n അതായത് സൈൻ റേസ് ടു 4 സൈൻ റേസ് ടു 6 എക്സ് ഡി എക്സ് ഇങ്ങനെ ഒരു ടേമിന്റെ ഇന്റഗ്രേഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പൊ സൈൻ റേസ് ടു 4 എന്ന് പറയും. ഇവിടെ സൈൻ റേസ് ടു 2 ആണെന്നുണ്ടെങ്കിൽ ഈ 4ഉം 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താ കൊടുക്കാം സൈൻ 6 ഡി എക്സ് എന്നിട്ട് ഈ ഇന്റഗ്രേഷന്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഈ പ്രൂഫ് അധികം ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നില്ല. പറയാം നമുക്ക്.
ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ചോദിക്കുക. രണ്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും വരാം കേട്ടോ. ക്വസ്റ്റ്യൻ മെത്തേഡ് വരുന്നത് ഇങ്ങനെയാണ്. ഇന്റഗ്രേഷൻ ഓഫ് സൈൻ 4x ഇൻറ്റു സൈൻ 2x dx. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? ഇന്റഗ്രേഷൻ ഓഫ് സൈൻ 4 × 2 കൂടെ ആഡ് ചെയ്തിട്ട് 6x dx എന്ന് എഴുതാം. ഇതിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ 8 കേട്ടോ. 8 ആണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരാം. 8x dx ഇതുപോലെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇങ്ങനെ ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഈ ഇക്വേഷനിൽ n വാല്യൂ അവിടെ 8 ആയതുകൊണ്ട് 8 കൊടുക്കുക. ഇവിടെ 8 - 1 7 വരും. cos x കൊടുക്കുക. ഇനി 8 - 1 7/8 വരും. ഇന്റഗ്രേഷൻ ഓഫ് സൈനിന്റെ n-6 വരും dx. അങ്ങനെ ചെയ്ത് പോകണം. അങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് പ്രഡിക്ട് ചെയ്യേണ്ടത്. ഈ പ്രൂഫ് അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നില്ല, പക്ഷെ പ്രൂഫും അറിഞ്ഞിരിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ സൈൻ എക്സ് n-1 ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എക്സ് dx. അപ്പൊ ഈ ഫസ്റ്റ് ആദ്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ടേമിന് അങ്ങനെ തന്നെ നിർത്താം. അതായത് ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രേഷൻ ഓഫ് സൈൻ n-1 x ഇൻറ്റു സൈൻ എക്സ് dx. അപ്പൊ ഫസ്റ്റ് ടേമിന് അങ്ങനെ തന്നെ നിർത്താം. ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് ഫസ്റ്റ് ടേം പിന്നെ ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം dx. ഇതാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ റൂള്. റൂളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ടേമിനെ അങ്ങനെ തന്നെ നിർത്താം. സെക്കൻഡ് ടേമിന് ഇന്റഗ്രേഷൻ ചെയ്യാം. മൈനസ് സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യുക. അതിന് ശേഷം ഇന്റഗ്രേഷൻ ചെയ്യുക. അതുപോലെ സെക്കൻഡ് ടേമിന് വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്യാം. അപ്പൊ ഇത് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്തിട്ട് വേണം ഈ ഇന്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ. ഇവിടെ നമ്മൾ ആദ്യം ഈ സൈൻ എൻ എക്സ് അങ്ങനെ തന്നെ നിർത്തി. അതിനുശേഷം ഈ സൈൻ എൻ എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യുക. രണ്ടാമത്തെ ടേമിന് ഇത് ഫസ്റ്റ് ടേം ഇക്വേഷനിൽ ഇത് ഫസ്റ്റ് ടേം ഇത് സെക്കൻഡ് ടേം ആണ്. അപ്പൊ ഫസ്റ്റ് ടേമിന് അങ്ങനെ തന്നെ നിർത്തി സെക്കൻഡ് ടേമിന് ഇന്റഗ്രേഷൻ ചെയ്യാം. അപ്പൊ അതിലേക്ക് നമുക്ക് കൊടുത്തു. ഇനി ഇന്റഗ്രേഷൻ ഓഫ് ബ്രാക്കറ്റിൽ വന്ന ഈ ടേം മൊത്തം ചെയ്തിട്ട് വേണം ഈ ഇന്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ. അപ്പൊ ബ്രാക്കറ്റിലുള്ളത് dy/dx ഫസ്റ്റ് ടേമിന്റെ dy/dx ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ടേമിന് ഇന്റഗ്രേഷൻ ചെയ്യാം. ആ കിട്ടുന്ന റിസൾട്ടിനെയാണ് വീണ്ടും ഒന്നും കൂടി ഇന്റഗ്രേഷൻ ചെയ്യുക. അങ്ങനെ ചെയ്തു പോകും. ഇതിനെയാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ഇവിടെ ഈ പറഞ്ഞത് മാത്രം ഇവിടെ തുടങ്ങി ഇവിടെ വരെ. ഹലോ 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 കേൾക്കാം. ഹലോ കേൾക്കാം. ഇപ്പൊ ഇവിടെ പറഞ്ഞത് ക്ലിയർ ആണോ? ഇവിടെ വരെ ഈ ഇന്റഗ്രേഷൻ പാർട്സ് എന്നുള്ള ഫോർമുല വരുന്നത് മനസ്സിലായോ? മിസ് അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു തരൂ. ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു യു ഉണ്ട് ഒരു വി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് യുവിനെ അങ്ങനെ തന്നെ നിർത്താം. ഇന്റഗ്രേഷൻ ഓഫ് വിനെ ഇന്റഗ്രേഷൻ ചെയ്യാം. മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ, അതായത് ഈ ഇന്റഗ്രേഷനെ ബ്രാക്കറ്റിൽ നിർത്തിയിട്ട് ഡിഫറൻസിയേഷൻ ഓഫ് യുവിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് വിനെ ചെയ്യാം. അതിനുശേഷം dx. അതിനുശേഷമാണ് ഈ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ഇതാണ് റൂൾ. അതായത് യു ഇൻറ്റു വി പ്രൊഡക്റ്റ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് റൂൾ എന്ന് പറഞ്ഞാല് യു ഇൻറ്റു വി രണ്ട് ടേം, അതായത് ഇപ്പൊ ഇതും എക്സ് ടേം ആണ് ഇതും എക്സ് ടേം ആണെന്നുണ്ടെങ്കിൽ രണ്ട് എക്സ് ടേമുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ നിർത്തുക. ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ സെക്കൻഡ് ഫംഗ്ഷനെ ഇന്റഗ്രേഷൻ ചെയ്തു. മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യുക. ബ്രാക്കറ്റിനുള്ളിൽ പറഞ്ഞേക്കുന്നത് യുവിന് ഡിഫറൻസിയേഷൻ ചെയ്യുക ഇൻറ്റു വിനെ ഇന്റഗ്രേഷൻ ചെയ്യുക. അതിനുശേഷം ആ കിട്ടുന്ന റിസൾട്ടിനെ ഇവിടെ വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്യുക. ഇതാണ് നമ്മുടെ റൂൾ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഈ റൂളിലേക്ക് നമ്മുടെ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ വാല്യൂ ഇവിടെ എന്താണ്? സൈൻ ഫസ്റ്റ് ടേം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സൈൻ n-1 x ഇൻറ്റു സൈൻ എക്സ് dx.
ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് യു ആയിട്ട് ഫസ്റ്റത്തെ ടേമിനെ സെക്കൻഡ് ടേം വി ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ടേമിനെ അങ്ങനെ തന്നെ നിർത്തിയത് സൈൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ അങ്ങനെ തന്നെ നിർത്തി. ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം, അത് സെക്കൻഡ് ടേമിന് ഇന്റഗ്രേഷൻ ചെയ്തു, മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് ഫസ്റ്റ് ടേം. അപ്പൊ ഇതിന് ഫസ്റ്റ് ടേം കൊണ്ടുവന്നു, വീണ്ടും ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം കൊണ്ടുവന്നു. അത് സോൾവ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഇന്റഗ്രേഷൻ ചെയ്യാം. ഇതാണ് ഇപ്പോൾ ഇവിടെ ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പൊ ക്ലിയർ ആണോ? ഇനി നോക്കി നമ്മുടെ ഈ ഇന്റഗ്രേഷനിലേക്ക് ഇറക്കാണ്. അപ്പൊ ആദ്യത്തെ ടേം എന്ത് വരും? സൈൻ എക്സ് റേസ് ടു എൻ മൈനസ്, അത് അങ്ങനെ തന്നെ കൊടുക്കുക, സൈൻ എൻ മൈനസ് വൺ എക്സ് അങ്ങനെ തന്നെ എഴുതി. ഇവിടെ സൈൻ എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് കോസ് എക്സ് എന്ന് കിട്ടും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഇവിടെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയേ സൈൻ എൻ മൈനസ് വൺ, അപ്പൊ എൻ മൈനസ് വൺ ഇൻറ്റു സൈൻ എൻ മൈനസ് ടു വരും. അതായത് പവർ, ആ പവർ അങ്ങനെ തന്നെ എഴുതി, അതിനുശേഷം പവർ ഒന്ന് കുറച്ചു. അപ്പൊ മൈനസ് വണ്ണും കൂടി വരുമ്പോൾ മൈനസ് വൺ വരുമ്പോൾ മൈനസ് ടു വരും. അതിനുശേഷം ഈ സൈൻ എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ കോസ് എക്സ് കിട്ടും. ക്ലിയർ ആണോ? മറ്റേ 1 മിനിറ്റ്. ഈ സൈൻ എക്സിന് ഒന്നും ഈ എക്സിന്റെ ടേം, സൈൻ എക്സിനെ അതിന്റെ ടേമിൽ ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പൊ ഡിഫറൻസിയേഷൻ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് സൈൻ എൻ മൈനസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. ഇനി ഈ ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ സൈൻ എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് വരും. അപ്പൊ ഈ ലൈൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഈ മൈനസ് എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് മൈനസ് സൈൻ എൻ മൈനസ് വൺ എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് ഈ എൻ മൈനസ് വണ്ണും കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തേക്ക് ഇട്ടു. ഇനി ബാക്കിയുള്ള ടേമിന് നേടുമ്പോൾ ഒന്നും കൂടി ഇന്റഗ്രേഷൻ ചെയ്യാം. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എൻ മൈനസ് ടു എക്സ് ഇൻറ്റു ഈ കോസ് എക്സും കൂടുമ്പോൾ കോസ് സ്ക്വയർ എക്സ് ആയി, കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അപ്പൊ ക്ലിയർ ആണോ? ഇവിടുത്തെ ഈ മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, ഈ മൈനസും ഇവിടുത്തെ മൈനസും കൂടി അത് ഇവിടെ പ്ലസ് ആയി, അപ്പോഴാണ് ഇവിടെ പ്ലസ് വരുന്നത്. ഈ ലൈൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഇത് നമുക്ക് എന്ന് കൊടുക്കാം, ഐ എൻ ഈക്വൽ ടു ഈ ടേം ഐ എൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ വരെ ഉള്ളത് ഐ എൻ ആയിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം ഈ കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അതായത് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. അതിൽ നമുക്ക് കോസ് സ്ക്വയർ എക്സിനെ മാത്രം കാണുകയാണെങ്കിൽ സൈൻ സ്ക്വയറിനെ അപ്പുറത്തോട്ട് കൊണ്ടുകഴിഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഈ കോസ് സ്ക്വയർ എക്സിനെ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതിയത്. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണ്. ഇനി ഈ ടേം, ഈ ബാക്കിയുള്ള ടേമുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഈ ടേം അങ്ങനെ തന്നെ എഴുതി, മൈനസ് സൈൻ എൻ മൈനസ് വൺ എക്സ് കോസ് എക്സ് അങ്ങനെ വന്നു, പ്ലസ് എൻ മൈനസ് വൺ ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എൻ മൈനസ് ടു എക്സ് ഡി എക്സ്. എന്നിട്ട് ഈ എൻ മൈനസ് വൺ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടിടത്ത് ഈ വണ്ണിന്റെ ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഈ വണ്ണിനെ ഇൻഡു അല്ലേ പറഞ്ഞേക്കണം, ഇവിടെ ഇൻഡു ആണ് ബ്രാക്കറ്റിൽ. അതായത് ഈ ടേം കൊണ്ട് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഈ ടേം കൊണ്ട് സൈൻ സ്ക്വയർ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്കിവിടെ ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എൻ എക്സ് ഡി എക്സും ഒരു ടേമായി. അടുത്തത് എൻ മൈനസ് വൺ ഇന്റഗ്രേഷൻ ഓഫ് ഇതിനായിട്ട് മൾട്ടിപ്പിൾ ചെയ്ത സൈൻ എൻ എക്സ്. അത് ഇവിടുത്തെ എൻ മൈനസ് ടുവും ഈ സൈൻ സ്ക്വയറിന്റെ എന്നും കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് വണ്ണിനായിട്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സൈൻ എൻ മൈനസ് ടു എക്സ് കിട്ടും. അത് ഇവിടെ തന്നെ അങ്ങനെ തന്നെ എഴുതും. പിന്നെ ഇപ്പത്തെ ടൈമിൽ ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എൻ മൈനസ് ടു, ഇവിടെ പ്ലസ് ടു, ആ മൈനസ് ടു പ്ലസ് ടു പോയി കഴിഞ്ഞാൽ ഇവിടെ ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എൻ എക്സ് ഡി എക്സ് കിട്ടും. ക്ലിയർ ആണത്? ക്ലിയർ. ഇനി അടുത്തതിൽ ഇപ്പൊ നമുക്ക് ഐ എൻ ഈക്വൽ ടു ഈ ടേം ഇങ്ങനെ തന്നെ എഴുതി, ഇതും ഇങ്ങനെ തന്നെ എഴുതി. ഇവിടെ നോക്കിയാൽ ഈ ടേമിന് സെക്കൻഡ് ടേം എന്താണ്? ഇവിടെ ഐ എൻ, ഈ ടേം ഫസ്റ്റ് ടേം ഐ എൻ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മൈനസ് ടു ചെയ്താണ് എൻ മൈനസ് ടു. അപ്പൊ നമുക്ക് എന്താ കൊടുക്കുക? ഐ എൻ മൈനസ് ടു എന്ന് എഴുതാം. ഈ ടേമിന് മാത്രം ഐ എൻ മൈനസ് ടു എന്ന് എഴുതാം, മൈനസ് എൻ മൈനസ് വൺ ഇൻറ്റു ഈ ടേമിന് നമുക്ക് ഐ എൻ എന്ന് എഴുതാം. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്തു. അത് ഫസ്റ്റ് ടേം, ഈ ടേമിന് നമുക്ക് ഐ എൻ എന്ന് എഴുതാം. ഇപ്പുറത്തോട്ട് വരുമ്പോൾ എൻ മൈനസ് ടു ആയതുകൊണ്ട് ഐ എൻ മൈനസ് ടു ആയി. ഈ ടേമിൽ നമുക്ക് അതിനെ എൻ ആയിരുന്നു, അതുകൊണ്ട് ഐ എൻ എന്നായി. ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഈ മൈനസ് ടേമിനെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം, ഈ ഐ എന്നിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഈ മൈനസ് ടേമിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഐ എൻ ഇൻറ്റു രണ്ട് ടേമിലും ഐ എൻ
കോമൺ ആണ്. ആ നെ പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ പുറത്ത് നിൽക്കുമ്പോൾ ഒരു 1 വരും, ഇവിടെ ഒരു n-1 ഉണ്ട്. ആ 1 + n-1 ഈ 1ഉം ഈ 1ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു n കിട്ടും. ബാക്കി പുറത്തുണ്ടായിരുന്ന ടേം അങ്ങനെ തന്നെ എഴുതാം. in-2 വരെ എഴുതാം. പിന്നെ ഈ ഇവിടെ നിർത്തിയിട്ട് ഈ n കൊണ്ട് ഈ ടേമിനെ മൊത്തം ഡിവൈഡ് ചെയ്യാം. ഇവിടെ താഴെ ഡിവൈഡ് ബൈ n വരും, ഇവിടെ താഴെ ഡിവൈഡ് ബൈ n വരും. ഇവിടുത്തെ നമുക്ക് കോമൺ ആയിട്ട് -1/n sin n-1 cos x പ്ലസ് n-1 n in-2 എന്ന് എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ് അതിന്റെ പ്രൂഫ് ചെയ്തിരിക്കുന്നത്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്തു. അതായത് നമുക്ക് sin n-1 x sin x ലേക്ക് ഇന്റഗ്രേഷൻ ഓഫ് sin n-1 x sin x dx ലേക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ള റൂൾ കൊടുത്തുകൊണ്ട് നും ഈ ഒരു ഇക്വേഷൻ ഈ ഒരു തിയറത്തിലേക്ക് നമുക്ക് എത്തി, ഈ ഒരു ടേമിലേക്ക് എത്തി. ഇനി ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വരാൻ നോക്കാം. സെയിം ഫോർമുല cos nx വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും. സെയിം cos nx വെച്ച് ചെയ്യാം. ഇപ്പൊ ഇവിടെ യും വി ആയിട്ടൊക്കെ എടുത്ത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇക്വേഷൻ ആൻസർ ഇടുന്നത് 1/n cos n-1 x sin x n-1/n ഇന്റഗ്രേഷൻ ഓഫ് cos n-2 x dx എന്ന് കിട്ടും. ഇവിടെ നമ്മൾ n-ന്റെ ടേം ഒന്നും എടുക്കാത്തത് കൊണ്ട് വെറുതെ n-1 എന്നുള്ള ടേം ഇതിനൊന്നും in ആക്കി എഴുതാത്തത് കൊണ്ടാണ് cos n-2 x dx എന്നായിട്ട് കിട്ടി. സെയിം പ്രൊസീജിയർ തന്നെയാണ്. sin nx പകരം cos nx കൊടുക്കുക. ഇവിടെ കൊടുത്ത അതേ പ്രൊസീജിയർ തന്നെ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതുപോലെ കിട്ടും. ഇവിടെ in-2 പകരം ഇന്റഗ്രേഷൻ ഓഫ് നമ്മുടെ cos nx തന്നെ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രോബ്ലം എങ്ങനെ വരാൻ നോക്കാം. cos x ന്റെ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഇന്റഗ്രേഷൻ 0 to cos 3x dx cos 3x dx എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ 1/n cos n ഇവിടെ പവർ ഒന്ന് കുറയും. അപ്പൊ 3യുടെ പവർ ഒന്ന് കുറയുമ്പോൾ 2 ആയി sin x പ്ലസ് ഇവിടെ n-1/n വരും. n എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 - 1 2 ഡിവൈഡ് ബൈ 3 ഇന്റഗ്രേഷൻ ഓഫ് cos x dx. അതിനുശേഷം 1/3 cos square x sin x ഇവിടുത്തെ 2/3 ഇവിടെ ഇന്റഗ്രേഷൻ cos x ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ sin x പ്ലസ് 3 c എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇതുപോലെ തന്നെ cos square x ന്റെ കേസിൽ വരുമ്പോൾ ഇവിടെ cos 0 to pi cos raised to 4x dx ഇവിടെ വരുന്നുണ്ട്. ഈ റൂൾ നോക്കിയാൽ മതി. അതായത് n-1/n in-2. ഫസ്റ്റ് കേസിൽ cos x ന്റെ വാല്യൂ 4 ആണ്. അപ്പൊ i4 എടുക്കുക. i4 എടുക്കുമ്പോൾ എന്ത് കിട്ടും? 4 - 1 ഡിവൈഡ് ബൈ 4. അപ്പൊ നമുക്ക് 3/4 വരും. ഇവിടെ 4 ന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് i2 കിട്ടും. അപ്പൊ i4ന്റെ വാല്യൂ 3/4 i2 എന്ന് കിട്ടും. ഇനി i2ന്റെ വാല്യൂ കൊടുക്കാം. i2ന്റെ വാല്യൂ കൊടുക്കുമ്പോൾ ഇനി i2ന്റെ വാല്യൂ കണ്ടെത്താം. i2ന്റെ വാല്യൂ കണ്ടെത്തുമ്പോൾ ഇത് ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. i2ന്റെ വാല്യൂ ഇവിടെ 2 ആണ്. 2 - 1 എന്ന് പറയുമ്പോൾ 1 വരും ഡിവൈഡ് ബൈ 2. അപ്പൊ 1/2 വരും. ഇവിടെ 2 - 2 എന്ന് പറയുമ്പോൾ 0 കിട്ടും. അപ്പൊ i0 കിട്ടും. i0യുടെ വാല്യൂ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് പൈ ആണ്. അപ്പൊ ആ വാല്യൂ i0ന് പൈ കൊടുക്കാം. ഇനി ഈ i2ലേക്ക് കൊടുക്കുക. i2ല് i0ന്റെ വാല്യൂ പൈ. അപ്പൊ നമുക്ക് 1/2 ഇവിടെ 1/2 പൈ വരും. ഫസ്റ്റ് കേസ് i4ൽ വരുമ്പോൾ 3/4 ഇൻറ്റു 1/2 പൈ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/8 പൈ എന്ന് കിട്ടും. ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ? ഹലോ ഹലോ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്ലിയർ. ഞാൻ പറയുന്നുണ്ട്, മൈക്ക് ഓഫ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ 2 മെത്തേഡ് 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഒരു മെത്തേഡ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. sin 4x dx ദെൻ റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് in is equal to sin nx dx is equal to minus sin n-1 x cos x by n plus n-1/n in-2.
അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ ഇവിടെ 4 ആയിട്ട് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 4 ആണ് എന്നിന്റെ വാല്യൂ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ 4 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 4 കൊടുക്കുമ്പോൾ 1 ഇവിടെ 4 വരും. ഈ n 4 ആയി. ഇവിടെ 4 1 കുറയ്ക്കുമ്പോൾ 3 ആയി. അപ്പൊ sin 3x cos x പ്ലസ് ഇവിടെ n 4 കൊടുക്കുമ്പോൾ 4 മൈനസ് 1 3/4 i2 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് സെറ്റ് ചെയ്തു. ഇത് നമുക്കിവിടെ എന്നിന്റെ വാല്യൂ 2 ആണോ നിൽക്കുന്നത്, എന്നിന്റെ വാല്യൂ 2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ എന്നിന്റെ വാല്യൂ 2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഈ സെയിം ഇക്വേഷൻ തന്നെ എന്നിന്റെ വാല്യൂ 2 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. 2 കൊടുക്കുമ്പോൾ മൈനസ് 1/2 വരും. സൈൻ 2 മൈനസ് 2 1 ആയിട്ട് വരും. 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആവും. കോസ് എക്സ് പ്ലസ് 1/2 ഇവിടെ n മൈനസ് 1 അത് 2 മൈനസ് 1 1/2 വരും. ഇവിടെ i എന്ന് പറയുമ്പോൾ n 2 ആണ്. 2 മൈനസ് 2 എന്ന് പറയുമ്പോൾ i0 വരും. ഇപ്പൊ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി പുട്ട് വീണ്ടും n is equal to 2 ഇൻ ഇക്വേഷൻ 3യിൽ വീണ്ടും ഈ കിട്ടുന്ന അടുത്തത് ഐക്ക് 0 വാല്യൂ കൊടുക്കുക. ഐക്ക് 0 വരുമ്പോൾ സൈൻ n എക്സിന് 0 ആയിട്ട് കഴിയുമ്പോൾ നമുക്ക് 1 ആയിട്ട് വരും. 1നെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ കൂടെ x കിട്ടും. അപ്പൊ i0 എന്നുള്ളത് എന്തായിട്ട് മാറി, x ആയിട്ട് മാറി. ഇത് മൊത്തം ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടുത്തെ i0ന് പകരം x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി ടേം അങ്ങനെ തന്നെ. അതാണ് ഇവിടെ i2 കിട്ടിയത്. ഇനി i2 കിട്ടി. i2ന്റെ വാല്യൂ കൊണ്ടുവന്നിട്ട് ഇവിടെ രണ്ടാമത് ഈ i4ന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ i4ന്റെ ഇക്വേഷൻ വരുമ്പോൾ മൈനസ് സൈൻ ക്യൂബ് എക്സ് കോസ് എക്സ് 4 പ്ലസ് 3/4 മൈനസ് സൈൻ എക്സ് കോസ് എക്സ് 2 പ്ലസ് 1/2 എക്സ് വരും. ഇനി ഇതിനൊന്നും കൂടി സെറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഈ 2ന് പുറത്തോട്ട് ഇടുക. അപ്പൊ 3/4 എന്നുള്ളത് 3/8 വരും. അതുപോലെ ഈ 1/2ന് ഈ 3/4ന് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇത് പുറത്തേക്ക് ഇടുന്നത്. അപ്പൊ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3/4 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/8 വരും. അതെല്ലാം കിട്ടാൻ ആൻസർ ആയി. ആദ്യം i4 കൊടുത്തു, പിന്നെ അതിനുശേഷം i2 കിട്ടും, അതിനുശേഷം i0 കിട്ടും. എന്നിട്ട് ആ താഴെ നിന്ന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ഇക്വേഷൻ ആക്കി എടുക്കാം. ക്ലിയർ ആണത്? ഹലോ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് മൂന്നും സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും അതിന് 2 എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടത്. ഇനി വരുന്ന റിഡക്ഷൻ ഫോർമുല 3 മെത്തേഡാണ് നമുക്ക് റിഡക്ഷൻ ഫോർമുല പറയുന്നത്. ഒന്ന് സൈൻ എക്സിന്റെ ഫോർമുല 0 to π/2 സൈൻ എക്സ് ഡി എക്സ്, അതുപോലെ 0 to π/2 കോസ് എക്സ് ഡി എക്സ്. പിന്നെ വരുന്ന ഫോർമുലയാണ് സൈൻ എക്സും കോസ് എക്സും കൂടി ഒരുമിച്ച് വരുന്ന ഫോർമുല. അതായത് ഈ ഫോർമുല റിഡക്ഷൻ ഫോർമുല ഇന്റഗ്രേഷൻ സൈൻ എം എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. ഇതിന്റെ ഈ തിയറം ഇതിന്റെ പ്രൂഫാണ് നിങ്ങൾക്ക് നോക്കാനുള്ളത്. അപ്പൊ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നിലെ നേരിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. നമ്മളിവിടെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. തിയറം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നേരിട്ട് ഇതുപോലെ വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഒരെണ്ണുള്ളത് മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റു സൈൻ ഇനി കൂടെ ഒരു സൈൻ 2x കൂടി വരാം. സൈൻ 4x ഇൻറ്റു സൈൻ 2x ഡി എക്സ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പവറുകൾ ആഡ് ചെയ്തിട്ട് നേരിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്താൽ മതി. ഇക്വേഷൻ കേട്ടോ. ഇത് സൈൻ എക്സിന്റെ ഇക്വേഷൻ പഠിക്കുക, അതുപോലെ തന്നെ കോസ് എക്സിന്റെ ഇക്വേഷൻ പഠിക്കാം. ഇനി ഈ മൂന്നാമത്തെ മെത്തേഡ് അത് ഒരു ടേം സൈൻ എൻ എക്സും അടുത്തത് കോസ് സൈൻ എം എക്സും കോസ് എൻ എക്സും. അങ്ങനെ വ്യത്യസ്ത രണ്ട് ടേമുകൾ തമ്മിലാണ് വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് മൈനസ് സൈൻ റേസ് ടു എം മൈനസ് 1 ഇൻറ്റു കോസ് റേസ് ടു എൻ പ്ലസ് 1 എക്സ് ഡിവൈഡ് ബൈ എം പ്ലസ് എൻ പ്ലസ് എം മൈനസ് 1 ഡിവൈഡ് ബൈ എം പ്ലസ് എൻ ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എം റേസ് ടു മൈനസ് 2 എക്സ് കോസ് എക്സ് ഡി എക്സ്. ഇതാണ് അതിന്റെ തിയറം. ഇതിന്റെ പ്രൂഫ് എങ്ങനെ വരാന്ന് വെച്ചാൽ ആദ്യം സൈൻ എം എക്സ് കോസ് എൻ എക്സിന് എടുക്കാം. ഈ എം എക്സിനെ നമുക്ക് നേരത്തെ ഷിഫ്റ്റ് ചെയ്ത പോലെ സൈൻ എം മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ് എന്നുള്ള ടേമിലേക്ക് ആക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യാൻ പറ്റും. കോസ് എക്സ് എൻ എക്സ് അങ്ങനെ തന്നെ വരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേമിന് അങ്ങനെ തന്നെ നിർത്തി സെക്കൻഡ് ടേമിന് ഇന്റഗ്രേഷൻ ചെയ്യാം. ഫസ്റ്റ് ടേം ഇത് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം എം മൈനസ് 1 എക്സ് അങ്ങനെ തന്നെ എടുത്തി കോസ് എക്സ് എൻ എക്സ് സൈൻ എക്സ് എന്നുള്ള ടേം അത് വീണ്ടും ഇതിന് ആദ്യമായിട്ട് ഇത് രണ്ടാമതായിട്ട് എഴുതാം, ഓർഡറാക്കി എഴുതാം. അതിനുശേഷം ഇന്റഗ്രേഷൻ ഓഫ് രണ്ട് ടേം വരുന്നുണ്ട് ഇവിടെ, മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ് ടേം. കോസ് എം എക്സിന് ഈ ഫസ്റ്റ് ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇന്റഗ്രേഷൻ ഓഫ് കോസ് എൻ എക്സ് സൈൻ എക്സിന് വീണ്ടും ഇന്റഗ്രേഷൻ. അപ്പൊ ഇത് ഈ ബ്രാക്കറ്റിനുള്ളിലാണ്. ഇതിന് ഇവിടെ മൊത്തം കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുള്ളൂ. അതായത് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് സൈൻ എം എന്നുള്ളതിന് സൈൻ എം മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ് ആയിട്ട് ഇത് എം ആണ് കേട്ടോ. എം മൈനസ് 1
ഇൻറ്റു സൈൻ എക്സ് എന്നുള്ള രൂപത്തിൽ എഴുതാം. അടുത്തത് കോസ് എൻ എക്സ് അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് ഈ രണ്ട് ടേമുകൾ ഇതിനൊന്നും കൂടി തിരിച്ചിട്ടിട്ട് കോസ് എൻ എക്സ് സൈൻ എക്സ് ആക്കിക്കൊണ്ട് ഇതിനെ സെക്കൻഡ് ടേം ആയിട്ടും ഇതിനെ ഫസ്റ്റ് ടേം ആയിട്ട് എടുത്തുകൊണ്ട് ഫസ്റ്റ് ടേമിനെ അങ്ങനെ നിർത്തി ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം വന്നു മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ഈ ബ്രാക്കറ്റിനുള്ളിൽ ഇത് മൊത്തം കഴിഞ്ഞിട്ട് വേണം ഈ ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട്. ആദ്യം ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യുക ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം ചെയ്യുക. ഇവിടെ വരെ പറഞ്ഞ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഈ കോസ് എൻ എക്സ് സൈൻ എക്സ് എന്നുള്ള ഈ ടേമിന് ഇത് നമുക്ക് ഒറ്റ ടേം ആയിട്ട് എടുത്തേക്കണം. അപ്പൊ ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് കൂട്ടത്തിൽ തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പകരം ഈ കോസ് എക്സിനെ കോസ് ടി എന്നും മൈനസ് സൈൻ ഡി എക്സിനെ ഡി ടി ആയിട്ട് എടുക്കുക. അത് കോസ് എക്സിനെ ടി ആയിട്ടും മൈനസ് സൈൻ ഡി എക്സിനെ ഡി ടി ആയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് മാത്രം എന്താ ഇത് ഈ ടേം എന്നുള്ളത് ടി റേസ് ടു എൻ എന്ന ഇപ്പൊ ടി റേസ് ടു എൻ എന്ന കോസ് എന്ന് പറയുന്നത് ടി റേസ് ടു എൻ എന്നുള്ള ടേമും ഡി ടി സൈൻ എക്സിന് പകരം ഇവിടെ മൈനസ് പുറത്തെടുത്തിട്ടുണ്ട്. സൈൻ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡി ടി എഴുതാം. അത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം നമ്മൾ കോസ് എൻ എക്സിനില് കോസ് എക്സിനെ ടി ആയിട്ടും അപ്പൊ അതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് സൈൻ ഡി എക്സ് ആയിരിക്കും കിട്ടുക. ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് സൈൻ ഡി എക്സ് ഡി ടി ആണ് കിട്ടുക. ഇതില് സൈൻ എക്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ മൈനസ് ഇവിടെ ആദ്യം പുറത്തിട്ടു. ബാക്കിയുള്ള ടേമിനെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പൊ ഇതിന് പകരം ടി ആയിട്ട് അപ്പൊ ടി റേസ് ടു എൻ എന്ന് ഇവിടെ വരും. ഇതിന് പകരം ഈ ഡി എക്സിന് പകരം നമുക്ക് ഡി ടി കൊടുക്കാം. ഡി ടിയും കൊടുത്ത് ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്ന മൈനസ് നമുക്ക് പുറത്തു കിട്ടും. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് ടി റേസ് ടു മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് ടി റേസ് ടു എൻ ഡി ടി എന്ന് കിട്ടി. ഇനി ടി റേസ് ടു എന്നിനെ ഇന്റഗ്രേഷൻ ചെയ്ത് നമുക്ക് ടി റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ കിട്ടും. അതിനുശേഷം അതിലേക്ക് ഈ ടിയുടെ സ്ഥാനത്ത് നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിയുടെ സ്ഥാനത്ത് കോസ് ആയിരുന്നു, അവിടെ കോസ് കൊടുക്കുക. കോസ് എക്സ് എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ കിട്ടും. ഇത് വന്നത് മനസ്സിലായോ? അതായത് ഇവിടെ രണ്ട് ടേം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ടേം ആക്കി മാറ്റി ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടേം കിട്ടും. ഇത് നേരിട്ട് ഈ ഇതിൽ ഈ ടേമിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സൈൻ എക്സ് എം മൈനസ് വൺ ഈ ടേം അങ്ങനെ തന്നെ എഴുതി. ഇനി ഈ ഇന്റഗ്രേഷന്റെ പകരം ഈ അങ്ങോട്ട് കൊടുത്തു മൈനസ് ഇനി ബ്രാക്കറ്റിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാനാണ് പറയുന്നത്. ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എം മൈനസ് വൺ അപ്പൊ എം മൈനസ് വൺ ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡ് ബൈ മുകളിൽ എന്ത് വരും? ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഒന്ന് കുറയുമ്പോൾ ഒരു മൈനസ് വൺ കൂടി വരും. മൈനസ് വണ്ണും മൈനസ് വണ്ണും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എം മൈനസ് ടു എന്ന് കിട്ടും. ഇൻറ്റു ഈ കോസ് എൻ എക്സ് സൈൻ എക്സ്. ഈ കോസ് എൻ എക്സ് സൈൻ എക്സിൽ ഈ സൈൻ എക്സിനെ ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ കൂടെ കോസ് എക്സ് കൂടി വരും. അതിനുശേഷം ഈ ഇന്റഗ്രേഷൻ ബൈയിൽ നമുക്ക് ഇവിടെ ചെയ്ത് ഈ ആൻസർ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒത്തിരി കൂടി സ്റ്റെപ്പ് കുറഞ്ഞു കിട്ടി. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി ഇവിടുത്തെ ഈ മൈനസിനെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. ഇവിടെ ഒരു മൈനസ് ഒന്ന് ബാക്കി ടേം ഒരുമിച്ച് സെറ്റ് ആയിട്ട് എഴുതി. പ്ലസ് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് കോമൺ ആയിട്ട് ഈ എൻ പ്ലസ് വണ്ണിന് താഴെ കിടക്കുന്ന ഈ കോൺസ്റ്റന്റ് ടേമിന് എടുത്ത് പുറത്തേക്ക് ഇട്ടു. അതുപോലെ ഈ മൈനസ് എം മൈനസ് വണ്ണിനെയും കോൺസ്റ്റന്റ് ആണ്. ഇത് മുകളിലത്തെ ടേം, ഇത് താഴത്തെ ടേം. ഇവിടെ ഇത് ഡിഫറൻസിയേഷൻ താഴെ കിടക്കുന്ന അപ്പൊ താഴത്തെ ടേം ഇവിടേക്ക് മാറ്റി ഈ എം മൈനസ് വണ്ണിനെ കൂടി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തോട്ട് ഇട്ടിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാം. ബാക്കി സൈൻ എം മൈനസ് ടു ഇൻറ്റു കോസ് എൻ പ്ലസ് ടു എക്സ് ഡി എക്സ് എന്നായി. ഇവിടെ എൻ പ്ലസ് വണ്ണും ഇവിടുത്തെ ഒരു കോസ് എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കോസ് എൻ പ്ലസ് ടു ആയി മാറുന്നു. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇവിടെ വരെയുള്ള ടേം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇത് ഇതുപോലെ തന്നെ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഈ രണ്ട് ടേം കേട്ടോ, ഈ മൈനസ് ടേമും ഈ പ്ലസ് ടേമും അങ്ങനെ തന്നെ വരും. ഇനി ഇവിടെ ഈ എൻ പ്ലസ് ടു എന്ന് എഴുതിയേക്കണം. നമുക്ക് എന്ന് കൊടുക്കാം കോസ് എൻ ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് ഇടാം. ഇത് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതായത് ഈ എൻ പ്ലസ് ടു നമുക്ക് എന്ത് കൊടുക്കാം? കോസ് എൻ ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഈ കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് വൺ മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അതായത് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ ഈക്വൽ ടു വൺ ആണ്. അതിൽ നിന്ന് നമുക്ക് ഈ കോസ് സ്ക്വയർ എക്സിനെ വൺ മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന രൂപത്തിലേക്ക് എഴുതാം. ഇവിടെ വരെ ക്ലിയർ ആണോ? അപ്പൊ ക്ലിയർ ആണ്. ഇനി ഇതിനൊരു ഇന്റഗ്രേഷൻ കൂടെ ബാലൻസ് ഉണ്ട്. അപ്പൊ ആ ഇന്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടേം അങ്ങനെ തന്നെ എഴുതി. ഇവിടെ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ ഈ ടേമിനെ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഈ ടേം തന്നെ വരും. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഈ ടേം തന്നെ വന്നു. സെക്കൻഡ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സൈൻ എം മൈനസ് ടു ഇൻറ്റു ഇവിടുത്തെ
സൈൻ സ്ക്വയർ വരും. ഇവിടെ രണ്ട് സൈൻ ടേം ആയതുകൊണ്ട് ഈ സ്ക്വയറും ഈ -2 പോയി കഴിഞ്ഞാൽ ഇവിടെ സൈൻ mx പിന്നെ ഓൾറെഡി ഇവിടെയുള്ള cos x dx എന്ന് കിട്ടും. ഇവിടെ ക്ലിയർ ആണോ? അത് ഈ ബ്രാക്കറ്റിന് പുറത്തുള്ളതിനെ ബ്രാക്കറ്റിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം തന്നെ വരും. അപ്പൊ നമുക്ക് ഇവിടെ ഈ ടേം തന്നെ കിട്ടി. ഇനി ഇവിടെ വരുന്ന സൈൻ സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ m⁻²- ഇവിടെ സൈൻ സ്ക്വയർ ഉണ്ട്. ഈ -2 ഈ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ സൈൻ mx വരും. ബാലൻസ് ഈ cos nx വരും. അതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോൾ രണ്ട് ടേം ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. അതായത് ഇവിടെ ഒരു മൈനസ് വരുന്നുണ്ട്, ഇതൊരു മൈനസ് ഉണ്ട് ഇവിടെ. ഇതിവിടെ ഒരു മൈനസ് എടുക്കുന്നുണ്ട്, ഈ മൈനസ് ഇവിടെ ഒരു മൈനസ് ആണ്. രണ്ട് ടേം ആയി. അപ്പൊ ഈ ടേമിൽ ഇത് രണ്ടിനും കോമൺ ആണ്. പുറത്തെടുക്കുന്ന ഈ m-1 ഡിവൈഡ് ബൈ n+1 എന്നുള്ളത് രണ്ടിനും കോമൺ ആണ്. n ആണ് ഇത് n+1. ഇതിനും കോമൺ ആയിട്ട് വരും, അടുത്ത ഈ ടേമിനും കോമൺ ആയിട്ട് വരും. അപ്പൊ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാം. ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ ഇതൊരു ഫസ്റ്റ് ടേം ആയി, ഇത് ഇപ്പുറത്തോട്ട് ഇന്റഗ്രേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് സെക്കൻഡ് ടേം ആയി. ഇനി IMN എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ടേം കൂടി ഉണ്ട് പ്ലസ് സെക്കൻഡ് ടേം. ഇതിനെ നോക്കിയാൽ ഇത് m-1 ആണെങ്കിൽ ഇത് m-2 ആണ്. നേരത്തെ ഇതേപോലെ ഇത് നമുക്ക് im-2 എന്ന് എഴുതാം. ഇൻറ്റു എന്നും മൈനസ് ഈ ടേം അങ്ങനെ തന്നെ എഴുതി, ഇത് m-ഉം n-ഉം ആണ്, അതുകൊണ്ട് IMN എന്ന് എഴുതാം. അങ്ങനെ ഒന്ന് സെറ്റ് ആയിട്ട് എഴുതി. അതിനുശേഷം ഈ മൈനസ് ടേം ഇപ്പുറത്ത് എടുക്കുന്ന മൈനസ് ടേം ഇപ്പുറത്ത് ഒരു IMN ഉണ്ട്. അപ്പൊ ഇത് ഈ മൈനസ് ടേമിന് എഴുതും ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ മൈനസും ഈ മൈനസും ഇവിടുത്തെ ടേമും വരുമ്പോൾ പ്ലസ് ആയി. IMN പ്ലസ് m-1 ഡിവൈഡ് ബൈ n പ്ലസ് IMN എന്നായി. ബാക്കി ടേം അങ്ങനെ തന്നെ വരും. ഇത് രണ്ടിലും കോമൺ ആയിട്ട് IMN ഉണ്ട്, അതിനെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് പോയി കഴിയുമ്പോൾ ഒരു 1 വരും. അപ്പൊ 1 പ്ലസ് m-n വരും ഡിവൈഡ് ബൈ n പ്ലസ് 1 വരും. ഇപ്പുറത്തെ ടേം അങ്ങനെ തന്നെ ഇപ്പുറത്തോട്ട് വരും. ഇതിനെ നമുക്ക് ഈ n+1 ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ n+1 ഒരു m ഒരു -1 വരും. അപ്പൊ -1 ഈ +1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കി n+m ഡിവൈഡ് ബൈ n+1 വരും. ഈ IMN അങ്ങനെ വരും, ബാക്കിയുള്ള ടേം അങ്ങനെ തന്നെ വരും. അതിനുശേഷം ഈ IMN ഇവിടെ നിർത്തിയിട്ട് ഈ ടേമിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ വന്നതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ വരുമ്പോൾ അത് n+m മുകളിലും വരും. n+1 എന്നുള്ളത് ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ട് വരണം. അപ്പൊ ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ n+1 ഇപ്പുറത്തോട്ട് വരുമ്പോൾ മുകളിലാണ് വരിക. അപ്പൊ ഈ n+1 ഈ n+1 ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി ഡിവൈഡ് ബൈ n+m വരും ഫസ്റ്റത്തെ ടേമിൽ. സെക്കൻഡ് ടേമിലും ഇതും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ m-1 ഡിവൈഡ് ബൈ n+m എന്ന് വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി ഇതിന് ഇക്വേഷൻ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇന്റഗ്രേഷൻ ഓഫ് സൈൻ mx cos nx dx ഈക്വൽ ടു ഈ ടേം അങ്ങനെ തന്നെ വരും പ്ലസ് m-1 ഡിവൈഡ് ബൈ n+m. ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇവിടെ m-2 ആണ്. അപ്പൊ സൈൻ m-2 ഇൻറ്റു cos nx dx വരും. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ആക്കാം, അല്ലെങ്കിൽ ഇതേപോലെ വരും. എന്നിട്ട് പ്രോബ്ലം ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഇതിലേക്ക് വാല്യൂസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പവർ എന്താണോ ആ പവറുകൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടെത്താം. ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ സൈൻ 4x cos സ്ക്വയർ x dx. അപ്പൊ 4x എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വേഷൻ നോക്കിയ ഇക്വേഷനിൽ നമുക്ക് തന്നിരിക്കുന്നത് സൈനിന്റെ പവർ m-1 കോസിന്റെ പവർ n+1. സൈനിന്റെ പവർ ഒന്ന് കൂട്ടണം. ഒന്നല്ലെങ്കിൽ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞേക്കണനുസരിച്ച് ആദ്യത്തെ ടേം ഒന്ന് കുറയ്ക്കണം, അടുത്തത് ഒന്ന് കൂട്ടണം. അപ്പൊ നമുക്ക് ആദ്യത്തെ പവർ നോക്കി. ആദ്യം സൈനിന്റെ പവർ 4 ആണ്. 4 ഒന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് 3 കിട്ടി. കോസിലൊന്ന് ഡിവൈഡ് ബൈ തമ്മിൽ ആഡ് ചെയ്യാം. 4ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 3/6 കിട്ടും. ഇൻറ്റു ഈ 3യിൽ നിന്ന് 2 കുറയ്ക്കുക. 2 കുറയ്ക്കുമ്പോൾ 3യിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 1/, വരും. ഈ 6 വീണ്ടും 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/4 വരും. അടുത്ത ടേം വരുമ്പോൾ എമ്മിന്റെ പവർ കുറയ്ക്കുമ്പോൾ 0 ആയിട്ട് പോകും. ബാക്കി ഇവിടെ ഉള്ളത് cos സ്ക്വയർ x dx ആണ്. cos സ്ക്വയർ x dx കൊടുക്കുക. cos സ്ക്വയർ x dx നെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1/2 കിട്ടും. 1/2 ഈ π/2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ 1/6 3/6നെ 1/2 ആക്കിയത് 1/2 ഇൻറ്റു 1/4 വരും. ഇവിടെ ഒരു 1/2 വരും. മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π/32 വരും. ഒന്നുമില്ല ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 1/6 കോമൺ ആയിട്ട്
ലാസ്റ്റ് ടേം എന്ന് വെച്ചാൽ n-1 ഡിവൈഡ് ബൈ n+m. n-1 എന്ന് പറയുന്നത് n എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ്. 2 - 1 എന്ന് പറയുമ്പോൾ 1 കിട്ടും. 1 ഡിവൈഡ് ബൈ ഇതിന്റെ പവർ തമ്മിൽ ആഡ് ചെയ്യാം. 4 ന്റെ 2 ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പോൾ 1/6 ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് 0 to π. നമുക്ക് ഇവിടെ തന്നിരുന്നത് ഇതിന്റെ പവർ ലാസ്റ്റ് ടേം എന്തായിരുന്നു cos nx ആയിരിക്കും. cos nx കൊടുക്കുക. sin nx ആയിരിക്കും. sin 4x dx കൊടുക്കുക. sin 4x dx എന്ന് പറയുമ്പോൾ അതിനെ വീണ്ടും ചെയ്യുക. sin 4x ന്റെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് പവർ ഒന്ന് കുറയും. 4 കുറഞ്ഞ് 3 ആയി. 3/2 ആഡ് ചെയ്യുമ്പോൾ 4 വരും. വീണ്ടും ഒന്ന് കുറയുമ്പോൾ 1/2 വരും. പിന്നെ ലാസ്റ്റത്തെ വാല്യൂ കൊടുക്കുന്നത് π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് π/32 വരും. അല്ലെങ്കിൽ ഈ ഓർഡറിൽ ചെയ്യാം. ക്ലിയർ ആണോ? 2 മെത്തേഡാണ്. ക്ലിയർ ആണ്. ഇതുപോലെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. sin 8x cos 6x dx. നേരിട്ട് കൊടുക്കുക. ലാസ്റ്റ് വാല്യൂ 1 ആവുന്ന വരെ കുറയ്ക്കുക. ഈ 2 വെച്ചിട്ട് ന്യൂമിനേറ്ററിലും ഡിനോമിനേറ്ററും കുറച്ച് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് ഇന്റഗ്രേഷൻ cos x ന്റെ പവർ എന്താണ് അത് കൊടുക്കുക. അതിനുശേഷം അതിനെ cos x ന്റെ ടേമിൽ ഇക്വേഷനിലേക്ക് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് 0 to π/2 കൊടുക്കുക. അങ്ങനെ കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. അതായത് ആദ്യം sin x ന്റെ പവർ 8 ആണ്. അപ്പൊ ഒന്ന് കുറച്ചു 7 എഴുതി. താഴെ വരുന്നത് 8ഉം 6ഉം കൂടി ആഡ് ചെയ്തിട്ട് 40. ഇനി മുകളിലത്തെ പവറിൽ 2 കുറയ്ക്കുക. 7ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 5 വരും. 40ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 12 കിട്ടും. വീണ്ടും 2 കുറയ്ക്കുക. 5ൽ 2 കുറയ്ക്കുമ്പോൾ 3 വരും. 12ൽ 2 കുറയ്ക്കുമ്പോൾ 10 വരും. ഇനി 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 1 വരും. 10ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 8 വരും. അപ്പൊ ഇവിടെ വരെ സെറ്റായി. ഇനി 1 കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് ബാക്കി ഇന്റഗ്രേഷൻ കൊടുക്കുന്നത് ഇന്റഗ്രേഷൻ ഓഫ് ബാക്കി ലാസ്റ്റ് ഇട്ടത് ടേം, അതായത് cos 6x ന്റെ ടേം അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് cos x ന്റെ ഇന്റഗ്രേഷനിലേക്ക് പോവാം. ഇനി cos x ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടെത്തിയ പോലെ ഇവിടെ വരെ ഉള്ളത് കോമൺ ആയി. cos x നെ കൊടുക്കുമ്പോൾ നമുക്ക് 1 കുറയ്ക്കാം. അപ്പൊ 6ൽ 1 കുറയ്ക്കുമ്പോൾ 5 ആയി. 5ഉം ഈ 6 അങ്ങനെ തന്നെ എഴുതാം. അപ്പൊ 5/6 വരും. ഇനി 2 വെച്ച് കുറയ്ക്കാം. അപ്പൊ 5ൽ 2 കുറയ്ക്കുമ്പോൾ 3 വരും. 6ൽ 2 കുറയ്ക്കുമ്പോൾ 4 വരും. 3ൽ വീണ്ടും 1 കുറയ്ക്കുമ്പോൾ 1 വരും. 4ൽ കുറയ്ക്കുമ്പോൾ 2 വരും. ഇവിടെ 1 ആയതിനു ശേഷം വീണ്ടും നമുക്ക് കൊടുത്ത ഇന്റഗ്രേഷൻ എന്തായിരുന്നു തന്നിരിക്കുന്ന വാല്യൂല് 0 to π/2 ആണ്. ആ π/2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. π/2 രണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ഇതിനുള്ള സിമ്പിൾ മെത്തേഡ് ചെയ്യാനായിട്ട്. ഇക്വേഷൻ എടുത്ത് എഴുതിക്കൊണ്ട് ഇത് ചെയ്തു പോവാം. ഈ ഇക്വേഷൻ എഴുതി ആദ്യം ചെയ്താണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. റിഡക്ഷൻ ഫോർമുലയാണ് ഇതിൽ ബാലൻസ് ഉണ്ടായിരുന്നത്. നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാം. ഇനി വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. dy/dx ചെയ്യാൻ നമുക്കറിയാം. d²y/dx² ചെയ്യാൻ അറിയാം. അതായത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ODE ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് dy/dx എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ. d²y/dx² എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഫറൻസിയേഷൻ. ഇനി പാർഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ∂u/∂x വരും. ∂u² ഡിവൈഡ് ബൈ ∂x ∂y ഡിവൈഡ് ബൈ ∂y². അതായത് സാധാരണ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് dy/dx ചെയ്യും. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഫസ്റ്റ് ടേമിന്, അതായത് ഒരു 3x² ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3 × 2 6x എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യും. ആ ടൈമിൽ തന്നെ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ അത് സെക്കൻഡ് ഡിഫറൻസിയേഷൻ ആവും. അതാണ് ഈ രണ്ട് ടേം. ഇതാണ് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഡിവൈക്ക് പകരം ∂u/∂x വരും. അത് യുവിനെ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. വീണ്ടും അതിനെ ഒന്നും കൂടിയും എക്സിന്റെ ടേമിലും വൈയുടെ ടേമിലും ഡിഫറൻസിയേഷൻ ചെയ്യാം. പിന്നെ വരുന്നത് y ആണെന്നുണ്ടെങ്കിൽ വൈയുടെ ടേമിൽ ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്യാം. and വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്യാം. അതാണ് ∂y² എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് പാർഷ്യലി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് രണ്ടായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഇക്വേഷൻ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരാം.
ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ വൈ സീക്വൽ 0. അതുപോലെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ സീക്വൽ 0. ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓർഡറും ഡിഗ്രിയും കണ്ടെത്താനുണ്ടാവും. ഓർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ ഡി വൈ ബൈ ഡി എക്സ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ വൈ സീക്വൽ 0. ഇങ്ങനെ ഈ ഒരു ടേമിൽ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആയിരിക്കും. വെച്ചാൽ ഇതിന്റെ പവർ 1 ആണ്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ ഉള്ളത് കൊണ്ട് ഇതിന്റെ ഡിഗ്രി 1. വെച്ചാൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ ആണ്, അതുകൊണ്ട് ഡിഗ്രി 1. ഇവിടെ വരുമ്പോൾ നോക്കി ഇവിടെ പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ ക്യൂബ് പ്ലസ് വൈ സീക്വൽ സൈൻ എൻ എക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത് സെക്കൻഡ് ഓർഡർ ആണെന്ന് വെച്ചാൽ ഇവിടെ സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ ഡി സ്ക്വയർ, അത് ഫസ്റ്റ് ഡി വൈ ബൈ ഡി എക്സ്, സെക്കൻഡ് വരുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ എന്തായി? ഓർഡർ 2 ആയി. ഓർഡർ 2 ആയി. ഡിഗ്രി എന്ന് പറയുന്നത് ഇതിന്റെ പവർ ഏറ്റവും വലുത് വരുന്നത് 3 ആണ്, അതുകൊണ്ട് ഡിഗ്രി 3 ആയിരിക്കും. ഡിഗ്രി 1, ഫസ്റ്റ് ഡിഗ്രി 1 വരും. ഓർഡർ എന്ന് പറയുമ്പോൾ ഡി സ്ക്വയർ, അതായത് എത്ര പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്യുന്നു അത് ഓർഡർ. ഇവിടെ നമുക്ക് 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ, ഇവിടെ ഈ ഇക്വേഷനിൽ ആകെ 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് ഈ ഒരു ടേമിന് മാത്രമാണ് ഈ ഇക്വേഷനിൽ. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇവിടെ ഇതിൽ എന്ന് പറയുമ്പോൾ ടി റേഷ്യു 4 ആണ് വരുന്നത്, ഡി എക്സ് സ്ക്വയർ 4. അപ്പൊ ഇവിടുത്തെ ഡിഗ്രി ഓർഡർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഡിഗ്രി എന്ന് പറയുന്നതിന് 1, ഇതിന് ഡിഗ്രി 1 ആണ്, പക്ഷെ ഓർഡർ 4 ആണ്. ഇവിടത്തെ കേസ് വരുമ്പോൾ ഇത് ഡിഗ്രി 2 ആണ്, ഓർഡർ 2 ആണ്. ഓർഡറും ഡിഗ്രി ക്ലിയർ ആയോ? ക്ലിയർ ആയി. ക്ലിയർ ആയി. അത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിഗ്രിയും ഓർഡറും 1 ആണ്. ഇതിന്റെ ഡിഗ്രി 1 ആണ്, ഓർഡർ എന്ന് പറയുമ്പോൾ ഇതിന്റെ പവർ 1 ആണ്. അപ്പൊ അതിന്റെ ഡിഗ്രിയും ഓർഡറും 1 ആണ്. ഇവിടെ വരുമ്പോൾ ഡിഗ്രി 2 ആണ്, അതുപോലെ തന്നെ ഓർഡറും 2 ആണ്. ഇവിടെ വരുമ്പോൾ ഡിഗ്രി 1 ആണ്, ഓർഡർ 4 ആണ്. ഈ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ ഉണ്ട്, ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ട്. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഇത് നമ്മൾ ഈ സ്ക്വയറിന് പകരം വൈ ഡബിൾ ഡാഷ് എന്നിട്ട് കൊടുക്കുക. വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ സീക്വൽ 0, ഇതുപോലെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. അതായത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ സീക്വൽ 0, അതിന് നമുക്ക് വൈ സീക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള രൂപത്തിലേക്ക് എഴുതാം. അത് വൈ സീക്വൽ ടു ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 2 ഇ റേസ് ടു എക്സ് മൈനസ് 3 ഇ റേസ് ടു മൈനസ് എക്സ് ആയിരിക്കും. ഇവിടെ വരുമ്പോൾ നമുക്ക് y ഈക്വൽ ടു c1 ഇ റേസ് ടു എക്സ് പ്ലസ് c2 ഇ റേസ് ടു മൈനസ് എക്സ്. ഇത് സി ടേം, ജനറൽ സൊല്യൂഷൻ സി ടേം ഉണ്ടായിരിക്കും, പർട്ടിക്കുലർ സൊല്യൂഷൻ അത് ഉണ്ടായിരിക്കില്ല. ആ ടേം കോൺസ്റ്റന്റ് ആയിരിക്കും. ഫസ്റ്റ് ഓർഡർ എന്താണെന്ന് നോക്കാം സെപ്പറേറ്റ് ചെയ്ത്. ഫസ്റ്റ് ഓർഡറിൽ വരുന്ന മെത്തേഡുകളാണ്. ഒന്ന് വാരിയബിൾ സെപ്പറേറ്റ് ഉണ്ട്, ലീനിയർ ഡിഫറൻഷ്യൽ ഉണ്ട്, എക്സ്ട്രാക്റ്റ് ഉണ്ട്, ഹോമോജീനിയസ് ഉണ്ട്. അതിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു തീറ്റ. ഇവിടുത്തെ പിയും തീറ്റ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് എക്സ് ഓൺലി ഓർ കോൺസ്റ്റന്റ്. ഇതില് എക്സിന്റെ ടേമിലാണ് ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ ഈ പിയും ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഫംഗ്ഷൻ എക്സിലായിരുന്നു, അപ്പൊ അതിൽ പിയും ക്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ പിയും ക്യൂ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് വൈയുടെ ഫങ്ഷൻസ് ആണ്. ഇതില് ടേം പിയും ക്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എക്സിന്റെ ടേമിൽ അത് ഡി വൈ ബൈ ഡി എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ, അതായത് താഴെ കിടക്കുന്ന ഏതാണോ അതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എക്സ് അല്ല ഡി എക്സ് ആണ് താഴെ കിടക്കുന്നത്, അതുകൊണ്ട് അത് ഫംഗ്ഷൻ എക്സും. ഇതിൽ കോൺസ്റ്റന്റ് വരുന്നത് ഈ പിയും ക്യൂവും ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ കേസ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് വൈ ആണ് താഴെ വരുന്നത്, അപ്പൊ വൈ ആയിരിക്കും ഫംഗ്ഷൻ, ഈ പിയും ക്യൂവും കോൺസ്റ്റന്റ് ആയിരിക്കും. പറഞ്ഞു പോകാനുള്ളൂ. ഇവിടെ നമുക്ക് വൈ ഇഫ് തന്നിട്ടുണ്ട്, വൈ ഇന്റഗ്രേഷൻ ഓഫ് തീറ്റ ഇൻറ്റു ഐ എഫ് ഡി എക്സ് പ്ലസ് സി. ഈ ഐ എഫ് എന്ന് പറയുന്നത് ഇ പവർ ഇന്റഗ്രേഷൻ ഓഫ് പി ഡി എക്സ് ആയിരിക്കും ഐ എഫ് എന്ന് പറയുന്നത്. സപ്പോർട്ട് നമുക്ക് ഇവിടെ ചെയ്യുന്നത് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറഞ്ഞത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഈക്വൽ ടു 3. ഇവിടെ എക്സ് ക്യൂബ് മൈനസ് 3, ഈ ടേം ആണ് ക്യൂ, ഇതിന്റെ കൂടുള്ള ടേം ആണ് പി, ഇത് ഡി വൈ ബൈ ഡി എക്സ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ. അപ്പൊ ക്യൂ എന്ന് പറയുന്നത് ഇപ്പുറത്ത് ഈക്വലിന് പുറത്തെടുക്കുന്ന ടേം ക്യൂ. അപ്പൊ ക്യൂ ഈക്വൽ ടു എക്സ് ക്യൂ മൈനസ് 3 എന്ന് കിട്ടും.
പി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇവിടെ 1 ഇൻറ്റു വൈ ആണ് വരിക. അതുകൊണ്ട് 1/x ആണ് ഇവിടുത്തെ പി എന്ന് പറയുന്നത്. പിയുടെ വാല്യൂ 1/x എന്ന് കിട്ടി. ക്യൂവിന്റെ വാല്യൂ x³ - 3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇഫിന്റെ ഒക്കെ സൊല്യൂഷൻ ഇഫ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇഫില് e⁻⁴ എന്ന് പറയണം. പിയുടെ വാല്യൂ നമുക്ക് ഇവിടെ അറിയാം 1/x എന്ന്. അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p⁻⁻1/x dx എന്ന് കിട്ടും. ഈ 1/x ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ കൂടെ log x എന്ന് കിട്ടും. അപ്പൊ ഇഫ് e⁻log x എന്ന് കിട്ടും. e⁻log x എന്ന് പറയുന്നത് എന്താണ്? x ആണ്. അപ്പൊ ഇഫിന്റെ വാല്യൂ നമുക്ക് ഇവിടെ x എന്ന് കിട്ടി. ഇവിടെ വരെ ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞു തരൂ. അത് ഇവിടെ നമ്മൾ ഇക്വേഷൻ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ dy/dx + py = തീറ്റ എന്നുള്ളത്. അല്ല ക്യൂ ആണ്. ഇത് പിയും ക്യൂ ആണ്. ഈ പിയും ക്യൂവും കോൺസ്റ്റന്റും എക്സ് ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ഈ കേസ് ആണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ y ഫംഗ്ഷനും പിയും ക്യൂവും കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ തന്നേക്കണത്. ഇവിടെ നമുക്ക് ഇങ്ങനെ തന്നു, ഒരു ക്വസ്റ്റ്യൻ തന്നു dy/dx + y/x = x³ - 3. അപ്പൊ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് dy/dx + py = q. ഈ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ക്യൂവിന്റെ വാല്യൂ, ഇവിടുത്തെ ക്യൂവിന്റെ വാല്യൂ ഇവിടെ s³ - 3. അപ്പൊ ക്യൂവിന്റെ വാല്യൂ നമുക്ക് കിട്ടി. q = x³ - 3 എന്ന് കിട്ടി. അതുപോലെ py പകരം ഇവിടെ എടുക്കുന്നത് y/x ആണ്. y/x y പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1/x ആണ് എടുക്കുക. ആ 1/x ആണ് നമ്മുടെ പിയുടെ വാല്യൂ. പിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇ എന്ന് പറയുന്നത് ഇഫ് കാണുന്നുണ്ടെങ്കിൽ e⁻⁴ dx ആണ് ഇഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇഫ് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഈ പിയുടെ വാല്യൂ കിട്ടിയ പിയുടെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇഫ് e⁻⁴ dx വരും. പിയുടെ വാല്യൂ 1/x ആയിരുന്നു. 1/x ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ (1/x) ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് log x ആണ്. 1/x ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് log x കിട്ടും. e⁻log x എന്ന് പറഞ്ഞാൽ അത് x ആയിരിക്കും. അപ്പൊ ഇഫിന്റെ വാല്യൂ നമുക്ക് x എന്ന് കിട്ടി. ഇവിടെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ എന്ന് പറയണം നോക്കിയേ, y ഇൻറ്റു ഇഫ് എന്ന് പറയണം. y ഇൻറ്റു ഇഫ് എന്ന് പറഞ്ഞാൽ (q ഇൻറ്റു if dx + c). അപ്പൊ ഇഫിന്റെ വാല്യൂ നമുക്ക് കിട്ടി. q ഓൾറെഡി നമുക്ക് ഇവിടെ അറിയാം. ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ yf എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പൊ നമുക്ക് സൊല്യൂഷൻ എങ്ങനെ വരും? y ഇൻറ്റു ഇഫ് എന്ന് പറഞ്ഞാൽ (y). ഇഫിന്റെ വാല്യൂ നമുക്ക് കിട്ടിയേക്കുന്നത്, ഇവിടെ കിട്ടിയ ആൻസർ x ആയിരുന്നു. അപ്പൊ y ഇൻറ്റു x വരും = ക്യൂവിന്റെ വാല്യൂ ഇവിടെ കിട്ടിയേക്കുന്നത് s³ - 3. അപ്പൊ s³ - 3 ഇൻറ്റു ഇഫ് വീണ്ടും വരുന്നുണ്ട്. അതുകൊണ്ട് x ഒന്നും കൂടി എഴുതാം. dx + c എന്ന് കിട്ടും. ഇനി ഈ x ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ yx അങ്ങനെ തന്നെ വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് x³ ഈ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁴ വരും. 3ഉം - x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3x dx + c. എന്നിട്ട് ഇതിന് ഇവിടെ ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്. അപ്പൊ ഈ ബ്രാക്കറ്റുള്ള ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ yx = x⁴ എന്നുള്ളത് x⁵/5 വരും. ഇവിടെ 3x² + c എന്ന് കിട്ടും. ഇനി ഇവിടെ LC എടുക്കാം. LC എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 5ഉം 2ഉം ആണ്. അപ്പൊ 10 ആക്കി മൾട്ടിപ്ലൈ ചെയ്താൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 5ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി മൊത്തം ഈ ഇക്വേഷനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10yx കിട്ടും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 10ഉം 5ഉം ക്യാൻസൽ ചെയ്തിട്ട് 2 വരും. അപ്പൊ 2x⁵ വരും. ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ട് 5 വരും. 5 × 3 വരുമ്പോൾ ഇവിടെ 15x² + c എന്നുള്ളത് c1 ആയിട്ടുണ്ടാവും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, സോൾവ് ചെയ്യാൻ പറയുന്നത് cos²x dy/dx + y = tan x. ഇത് ഡിവൈഡ് ബൈ ത്രൂ ഔട്ട് ബൈ cos²x കൊണ്ട് ടേമിനെ മൊത്തം ഡിവൈഡ് ചെയ്യാൻ പറയണം. ഇക്വേഷന്റെ ഫോമിലേക്ക് ആക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം. cos²x dy/dx + y = tan x. അപ്പൊ ഇവിടെ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു dy/dx + py = q എന്നാണ്. അപ്പൊ ഇവിടെ ഇതൊരു കോൺസ്റ്റന്റ് ടേം, ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ടേമിന് എന്ത് ചെയ്യണം? കളയണം. ഈ cos²x കളയാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ഈ എല്ലാത്തിനെയും എന്ത് ചെയ്താൽ മതി? cos² കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ cos² ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ താഴെ y/cos² വരും. ഇവിടെ tan x / cos² വരും. ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയായിട്ട് മാറും. dy/dx + y /y cos² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ cos² താഴെ വരും. tan x താഴെയും cos² വരും. ഇനി ഈ 1/cos² നമുക്ക് c² എഴുതാം. അപ്പൊ ഇത് മുകളിലേക്ക് പോയിട്ട് dy/dx + c²x y = ഈ cos² വീണ്ടും c² എഴുതാം. അപ്പൊ tan x × c²x എന്നാവും.
ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് എടുക്കുക dy/dx പ്ലസ് py q. പിയുടെ വാല്യൂ നമുക്ക് ഇവിടെ വന്നേക്കുന്നത് സി സ്ക്വയർ എക്സ് ആണ്. അപ്പൊ പിയുടെ വാല്യൂ സി സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ക്യൂവിന്റെ വാല്യൂ ടാൻ എക്സ് ഇൻറ്റു സി സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഇനി പി ഇഫ് കാണാം. ഇഫ് കാണുമ്പോൾ ഇന്റഗ്രേഷൻ ഓഫ് ഇ റേസ് ടു പി. പിയുടെ വാല്യൂ സി സ്ക്വയർ എക്സ് ആണ്. സി സ്ക്വയർ എക്സിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു ടാൻ എക്സ് എന്ന് കിട്ടും. അപ്പൊ ഇഫിന്റെ വാല്യൂ നമുക്ക് ഇ റേസ് ടു ടാൻ എക്സ് എന്ന് കിട്ടും. ഇനി സൊല്യൂഷനിലേക്ക് കൊടുക്കാം. സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഇൻറ്റു ഇഫ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് ക്യൂ ഇഫ് ഡി എക്സ് പ്ലസ് സി. y ഇൻറ്റു ഇഫിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് ഇ റേസ് ടു ടാൻ എക്സ്. അപ്പൊ y ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് ഇന്റഗ്രേഷൻ ഓഫ് ക്യൂവിന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് ടാൻ എക്സ് ഇൻറ്റു സി സ്ക്വയർ എക്സ് അതവിടെ കൊടുത്തു ഇൻറ്റു ഇഫിന്റെ വാല്യൂ ഇ റേസ് ടു ടാൻ എക്സ് ഡി എക്സ് പ്ലസ് സി എന്ന് കൊടുത്തു. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇതൊന്നും കൂടി സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് ഈ ടാൻ എക്സിന് പകരം ടി ആയിട്ടും സി സ്ക്വയർ എക്സ്, അപ്പൊ ഇതിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സി സ്ക്വയർ എക്സിലും കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്ക് പകരം ഈ ടാൻ എക്സിന് പകരം ടി കൊടുത്തു, സി സ്ക്വയർ എക്സ് ഡി ടി ആയിട്ട് മാറി. പിന്നെ ഇവിടെ ഇ റേസ് ടു ടാൻ എക്സ് ഉണ്ട്. അപ്പൊ ഇ റേസ് ടു ടാന് പകരം ഇ റേസ് ടു ടി എന്ന് കൊടുക്കാം. ടാൻ എക്സിന് പകരം ടി കൊടുക്കാനാണ് പറയണം. അപ്പൊ ഇത് ഇ റേസ് ടു ടി വരും. ഈ സി സ്ക്വയർ എക്സ് ഇവിടെ നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ അത് പോയി കിട്ടും. അപ്പൊ ഇനി അത് കൊടുക്കണമെന്നില്ല. അപ്പൊ ഇനി വരുന്ന നമുക്ക് ഇന്റഗ്രേഷൻ ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ടി ഡി ടി പ്ലസ് സി എന്ന് കിട്ടും. ഇനി ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യണം നമുക്ക്. അപ്പൊ ഈ ടേം അങ്ങനെ തന്നെ വരും. y ഈക്വൽ ടു ഇ റേസ് ടു ടാൻ എക്സ് അങ്ങനെ തന്നെ വരും. ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് ടി ചെയ്യുമ്പോൾ നമുക്ക് ടി ആയിരുന്നു യു വി ഫോം ചെയ്യണം. ടീനെ അങ്ങനെ വെച്ചാൽ ഇത് രണ്ട് ടേം ആയില്ലേ. യു ടി ടേം ആയി, ഇത് ടി ടേം ആയി. അപ്പൊ യു വി ഫോം ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ടീനെ അങ്ങനെ തന്നെ നിർത്തി ഇ റേസ് ടു ടീനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ അത് തന്നെ വരും. മൈനസ് ടീനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1 വരും. ഇ റേസ് ടു ടി അങ്ങനെ തന്നെ വരും. പ്ലസ് സി കിട്ടി. അതിനുശേഷം ടിയുടെ സ്ഥാനത്തൊക്കെ ടാൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ y ഇൻറ്റു ഇ റേസ് ടു ടി ടാൻ എക്സ് ഈക്വൽ ടു ഈ ടിക്ക് പകരം ഇ റേസ് ടു ടാൻ എക്സ് ഇൻറ്റു ഇത് ഇൻറ്റു ടാൻ എക്സ് വരും. ഇവിടുത്തെ ടാൻ എക്സ് പുറത്തോട്ട് എഴുതി മൈനസ് ഇവിടുത്തെ ഇ റേസ് ടു ടാൻ എക്സ് പ്ലസ് സി എന്ന് കിട്ടും. ഇതിനൊന്നും കൂടി സെറ്റ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ടാൻ എക്സ് പുറത്തോട്ട് എഴുതി ടാൻ എക്സ് പുറത്തു വന്നു. ഇത് രണ്ടും കോമൺ ആണ്. കോമൺ ആയിട്ടുള്ളതിനെ പുറത്ത് എഴുതി പ്ലസ് സി. ക്ലിയർ ആണോ? ഡിവൈഡ് ചെയ്യും. ടാൻ എക്സ് കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 1 ആയിട്ട് പോകും. ഇവിടെ 1 വരും. ഈ ടാൻ എക്സും ഇൻറ്റു 1 വരും. ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 1 വരും. ഇവിടെ 1 വരും. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു ടാൻ എക്സ് കൊണ്ട് താഴെ നിന്നുള്ളത് മുകളിലേക്ക് വെക്കുന്നതുകൊണ്ട് നെഗറ്റീവ് ടാൻ എക്സ് കിട്ടും. ഇവിടെ ഇത് ഈ ടേമിൽ നിന്നും വൈനെ അവിടെ നിർത്തിയിട്ട് ഇ റേസ് ടു ടാൻ എക്സ് കൊണ്ട് ഈ ടേമിന് മൊത്തം ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 1 വരും. ടാൻ എക്സ് അങ്ങനെ തന്നെ എഴുതി. അപ്പൊ ടാൻ എക്സ് അങ്ങനെ തന്നെ വരും. ഇതിനെ ഡിവൈഡ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇവിടെ ബാലൻസ് ടാൻ എക്സ് വരും. അപ്പൊ ടാൻ എക്സ് അങ്ങനെ തന്നെ വന്നു. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ -1 വരും. പിന്നെ സിയുടെ ടൈമിൽ നമുക്ക് ഇല്ല. അപ്പൊ താഴെയാണ് വരുന്നത്. അതിന് മുകളിലേക്ക് ആക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ടാൻ എക്സ് വരും. ക്ലിയർ ആണത്? ക്ലിയർ ആണ്. ക്ലിയർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. താങ്ക് യു.